എന്നോടാ കളി? ഇവളുമാരൊക്കെ നമ്മൾ വിളിക്കുന്നിടത്ത് വരണം. അതാണ് നമ്മുടെ വ്യക്തിത്വം. ചൈത്ര മേഡത്തോട് ഇവിടെ ആരും ഇങ്ങനൊന്നും സംസാരിക്കാറില്ല. അതായി എളുപ്പ്. പക്ഷേ എന്റെ അടുത്ത് അതൊന്നും നടക്കില്ല കേട്ടാ മോളെ. ഞാനിപ്പോ സത്യനെ കണ്ടിരുന്നു. എല്ലാവരോടും സംസാരിച്ച് പ്രശ്നങ്ങളൊക്കെ തീർത്തു അത്രേ. കീർത്തിയെ മിഥുന്റെ റൂമിലാക്കാൻ പറഞ്ഞു. ഡാഡി നിങ്ങളുടെ പോക്കറ്റിലാണെന്ന് കരുതി അമ്മയുടെയും മക്കളുടെ ഉദ്ദേശം ഒന്നും നടക്കില്ല. മിഥുനേട്ടന്റെ കൂടെ സ്വസ്ഥമായിട്ട് ജീവിക്കാന്ന് കീർത്തി കരുതുകയും വേണ്ട. അമ്മ റൂമിലേക്ക് ചെല്ല്. ഇനി ഞാൻ അങ്ങോട്ട് വരാം. അതാണ് എന്റെ പോളിസി. കുപ്പി വാങ്ങിയത് എനിക്ക് വേണ്ടിയാണെന്ന് സ്വാമി ഇങ്ങള് തെറ്റിദ്ധരിച്ചു. ചൈത്ര വേണ്ടിക്ക് വേണ്ടിയിട്ടാണ് വാങ്ങിച്ചതെന്ന് പറഞ്ഞേക്കണേ. ആനം കിട്ടിയപ്പം സ്വഭാവം മാറി. കീർത്തിയുടെ മാതാ പ്രിയം വധ ഭയ്യയ്ക്ക് പ്രിയാണ്. അവർക്ക് ഭയ്യ സത്യനും. ആ പ്രിയയ്ക്ക് ഷാദിക്ക് മുമ്പുണ്ടായതാണ് ഈ ശില്പ. ഗോപു ഭയ്യ, ഭയ്യയുടെ പത്നിയും ബേട്ടിമാരും ഒക്കെ എവിടെ? കീർത്തിയും കൊണ്ട് വേറെ ഏതോ റൂമിലേക്ക് പോയി. എങ്ങോട്ടാണെന്നൊന്നും എന്നോട് പറഞ്ഞില്ല. ഞാനൊട്ട് ചോദിക്കാനും പോയില്ല. മിഥുൻ ബേട്ടയുടെ റൂമിലേക്ക് പോയതായിരിക്കും. ആജ് സുഹാഗ്രാതേന. എന്താ പറഞ്ഞത്? ഹിന്ദി മാലൂം നഹി. ഹിന്ദി അറിയില്ല അല്ലേ? സുഹാഗ് രാത് എന്നാൽ വിവാഹരാത്രി, ഫസ്റ്റ് നൈറ്റ്, ആദ്യ രാത്രി. കീർത്തി ബേട്ടി ഒരുക്കാൻ വേണ്ടി കൊണ്ടുപോയതായിരിക്കും. ആയിരിക്കും. ബേട്ടിയുടെ കല്യാണം നടന്നത് ഗോപു പയ്യ ആഘോഷിക്കുന്നില്ലേ? ആഘോഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പറ്റിയ കമ്പനിയൊന്നും കിട്ടിയില്ല. എന്തിനാ കമ്പനി? ഗോപു പയ്യ ആഘോഷിക്കേ. മസാക്കരോ. ഇതെനിക്കാണോ? ഗോപു പയ്യ, നിങ്ങളുടെ കാര്യം വളരെ കഷ്ടമാണ്. ഭയ്യക്കിപ്പോ ഒരു ബേട്ടിയുണ്ട്. ഹമാരി ചൈത്ര ബേട്ടി. പക്ഷേ നിങ്ങളുടെ പത്നിയുടെ താല്പര്യപ്രകാരം കീർത്തി ബേട്ടിയെ കൂടെ സ്വന്തമാക്കാൻ വേണ്ടിയാ എന്റെ ഭയ്യയെ കല്യാണം നടത്തിയത്. ബാബ്രേ. എന്റെ കീർത്തിമോള്
ഈ ഗൂഢാലോചനയൊന്നും അറിയാത്ത വെറും ഒരു പാവാ. അവളെ വേദനിപ്പിക്കരുത്. ഓ കീർത്തി ബേട്ടി എനിക്ക് ബഹു അല്ല, ബേട്ടി തന്നെയാ, എന്റെ മകൾ. ആ എനിക്ക് പത്മപ്രഭയുടെ ഉറപ്പ് കിട്ടിയാ മതി. मैं पद्मप्रभा नहीं हूँ, मैं दिव्य प्रभा हूँ. എന്തായാലും ഈ പ്രഭ മങ്ങാതെ മായാതെ എന്നും നിലനിൽക്കട്ടെ.